ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പെല്ലിന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ UK വന്ന് നഴ്സിംഗ് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് എൻ്റെ നഴ്സിംഗ് പഠനകാലത്ത്, അതായത് എഡ്യൂക്കേഷണൽ ടൈമിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇയറിലെ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2021 ഒരു ഏപ്രിൽ ടൈമോട് കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, UK മൂവ് ചെയ്യുന്നത്. അതുവരെ കുറച്ച് നാൾ നമ്മൾ നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ട്, നാട്ടിൽ 2 വർഷം ഞാൻ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടില്ല. നാട്ടിലെന്ന് പറഞ്ഞാൽ കേരളത്തിലല്ലായിരുന്നു, പൂനെയിലായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് എടുത്ത്. അവിടെ ഞാൻ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, 1 ഇയർ സംതിങ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ UK അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഫ്രഷറാണോ എന്ന് ചോദിച്ചാൽ ഫ്രഷറല്ല. അന്ന് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ല. അതായിരുന്നു നമ്മുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്ത് കുറച്ച് നാളത്തേക്ക് ഞാൻ സീനിയർ ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ. എന്നാലും അധികം ഒത്തിരി അങ്ങോട്ട് എക്സ്പോഷർ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാൻ പാസ്സായത് IELTS എക്സാം ആയിരുന്നു കേട്ടോ, ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ OET നല്ലപോലെ ഫേമസ് ആയിരുന്നു. ബട്ട് ഞാൻ ആദ്യം തൊട്ടേ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന IELTS ആയിരുന്നുകൊണ്ട് ഞാൻ പാസ് ഔട്ട് ആയപ്പോൾ തൊട്ട് IELTS ചെറുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് IELTS തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അതാണ് ജയിച്ച് ഇങ്ങോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവർ ചോദിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഏതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, മെഡിക്കലാണോ സർജിക്കൽ സൈഡാണോ പ്രിഫർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് സർജിക്കൽ സൈഡ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. നമുക്കിപ്പോൾ ഏതായാലും കുഴപ്പമില്ലായിരുന്നു. എന്നാലും ആ സമയത്ത് എനിക്ക് തോന്നിയത് സർജിക്കലായിരുന്നു. അതുകൊണ്ട് ഞാൻ സർജിക്കലായിരുന്നു പ്രിഫർ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോസ്റ്റിലേക്ക് കിട്ടുന്നത് ഒരു കോളോറെക്ടൽ സർജിക്കൽ വാർഡിലേക്കായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ. അപ്പോൾ ആദ്യത്തെ 3 മന്ത്സിനുള്ളിൽ നമുക്ക് ഓസ്കിയൊക്കെ ഓൾറെഡി ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എക്സാമാണ്. ഓൾറെഡി നമ്മൾ അവിടുന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് IELTS അതുപോലെ തന്നെ CBT പാസ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്ന് കിട്ടുന്നതിന് മുമ്പ്, പിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പിന്ന് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എക്സാമാണ് ഓസ്കി. അപ്പോൾ അതിനുള്ള എക്സാമിനേഷൻ സെൻറ്ററും ഫീ എല്ലാം ഇവർ തന്നെ അടച്ചായിരുന്നു നമ്മളെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് 3 മന്ത്സിലേക്കുള്ള അക്കോമഡേഷൻ ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു നമ്മൾ അന്ന് കൊണ്ടുവന്ന സമയത്ത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോവിഡ് ഒരുമാതിരി ഹിറ്റായിട്ട് നിൽക്കുന്ന ടൈം ആയിരുന്നുകൊണ്ട് നമുക്ക് ഹോട്ടൽ ക്വാറൻറ്റൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അന്ന് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ആദ്യത്തെ ഒരു 1-2 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടോ. കാരണം അന്നേരം ഓസ്കിയുടെ ട്രെയിനിങ് ആണ്, നമുക്ക് പിന്നില്ല. അപ്പം നമ്മൾ സൂപ്പർ ന്യൂമറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആരുടെയെങ്കിലും അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ നടന്ന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ നടന്നാലൊക്കെ മതി. അതുകൊണ്ട് ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കും ഉണ്ടായില്ല, റെസ്പോൺസിബിലിറ്റീസ് കുറവായിരുന്നു, വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നാലും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വന്നിട്ട് ആദ്യത്തെ 2 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഒരു വേദന അയ്യോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ 6 to 8 hours ഒരു ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകേണ്ടത്. എന്നാലും 8 hours ഷിഫ്റ്റ് ആയതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ ആകുമായിരിക്കും കഴിഞ്ഞ് ചെല്ലുമ്പോൾ. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കാലിന് അത്രയും വേദന നമ്മൾ അവിടെ വെച്ച് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു 14 മണിക്കൂറോളം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുക. രാവിലെ നേരത്തെ തന്നെ എണീക്കണം, ബസ്സിൽ കയറി ഇവിടെ എത്തണം. ഇവിടുത്തെ കറക്റ്റ് 12 മണിക്കൂർ കൂടുതൽ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. ആ നിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കാലയിലുള്ള നിപ്പായിരുന്നു കേട്ടോ. ഇരിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഇരിക്കാം. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കുള്ള സമയമൊക്കെ ആയിരുന്നു, ഇരിപ്പൊന്നും അത്ര പോസിബിൾ അല്ലായിരുന്നു. ഒറ്റ കാലയിലുള്ള നിപ്പ് നടപ്പായതുകൊണ്ട് കാലിൻ്റെ ആദ്യത്തെ 2 ദിവസത്തെ വേദന നമ്മുടെ ബോഡി അങ്ങോട്ട് റിയാക്ട് ചെയ്ത് വന്നുള്ളായിരുന്നു. ഇരുന്ന് നല്ല സുഖിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് വന്ന് 12-14 മണിക്കൂർ നേരത്തെ നിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽ ഓഫ് എ വേദനയായിരുന്നു കാലിന്. പക്ഷേ പതിയെ അതങ്ങോട്ട് ബോഡി അഡാപ്റ്റായി വന്നു. ഇനി നമ്മളിങ്ങനെയാണ്, നമ്മളിനി 12-14 മണിക്കൂർ നിന്ന് നടന്ന് ജോലി ചെയ്യാനുള്ളതാണെന്ന് ബോഡി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു വേദനയായിട്ട് തോന്നിയില്ല കേട്ടോ. കാര്യം നമ്മൾ IELTS ഒക്കെ പാസ്സായിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് നാട്ടിൽ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ്, ടെഡ് ടോക്കുകൾ, TV ഷോസ്, സീരീസ് അങ്ങനെ എല്ലാം കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മുടെ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരുന്നു. ഫസ്റ്റ് 1 ഇയറിൽ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവർ പറയുന്നതൊന്നും മനസ്സിലാവാറില്ല. എന്നാലും ഫസ്റ്റ് 1 ഇയറിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പൊതുവെ എല്ലാവരും
ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ്. സൈലൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നഴ്സിംഗ് കോളേജിൽ എല്ലായിടത്തും നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വന്നത്. ഒരുപാട് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരുപാട് ഉറക്കച്ചിരിക്കുകയോ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയാം, അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം ഇവരുടെ നോർമൽ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവർ പറയാനുള്ള കാര്യം വെട്ടി തുറന്ന് പറയും, ചിരിക്കും, നന്നായിട്ട് ഉറക്കച്ചിരിക്കും, എല്ലായിടത്തും കയറി അഭിപ്രായം പറയാം, ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തൊക്കെ കയറി അഭിപ്രായം പറയാം. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ സ്റ്റുഡൻസൊക്കെ ആയിരുന്നപ്പോൾ സ്റ്റുഡൻസിന് വാതുറക്കാനുള്ള അനുവാദമേ ഇല്ല ക്ലിനിക്കൽ സൈഡിലൊക്കെ ചെന്ന്. ഇവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റോ തുടയ്ക്കുന്ന ആളോ അല്ലെങ്കിൽ ഡോക്ടറോ ആരാന്നൊന്നും ഒരു നമുക്ക് നമ്മുടെ പൊസിഷനൊന്നും ഒരു വിലയില്ല. നമുക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെറുതെ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരമാണെങ്കിൽ കൂടെ അവർ ഇവരുടെ വീട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ വെക്കേഷന് പോയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഞാൻ വെക്കേഷന് പോയ കഥകൾ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം എവിടെ ആർക്ക് വേണമെങ്കിലും എന്തിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും എന്ന് വെച്ചാൽ റൂഡായിട്ടുള്ള രീതിക്കല്ല, അവർ പറയുന്നത് കോൺവെർസേഷൻ്റെ കൂട്ടത്തിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പരിചയമില്ലാത്തൊരു കാര്യമായിരുന്നു. നമ്മൾ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ശീലിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അത് ഇവിടെ വന്ന് അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതായി കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളെന്ന് കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപക്ഷെ നമുക്ക് ചെയ്യുന്ന ജോബിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ സൈലൻ്റ് ആയിട്ടുള്ളതെന്നൊക്കെ അവർക്ക് അങ്ങനെ ഒരു തോട്ട് വേണമെങ്കിൽ അവർക്ക് വരാം. അപ്പോൾ അവരൊരു പക്ഷേ എന്നെ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് ചെയ്യുന്ന ജോലിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി, വേറൊരാളോട് സംസാരിക്കാത്തൊരു വ്യക്തി, സോഷ്യൽ അല്ലാത്തൊരു വ്യക്തി, അങ്ങനെ പല കൺസെപ്റ്റുകളായിരിക്കും നമ്മളെ കാണുന്ന പലർക്കും ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ വന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് മൂവികൾ കണ്ടിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നുമല്ല ഇവിടെ വന്നപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഓരോ റീജിയണിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓരോ ആളുകളുടെ സ്ലാങ്ങുകൾ വ്യത്യാസമാണ്. ഇംഗ്ലീഷ് എന്ന് തന്നെ പറഞ്ഞാൽ ഇപ്പം ബ്രിട്ടീഷുകാർ പറയുന്ന ആക്സെൻറ്റോ സ്ലാങ്ങോ അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കില്ല ഇപ്പം വേറെ രാജ്യത്ത് നിന്ന് ഫിലിപ്പിനോസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസ് പറയുന്നത്, ഇപ്പം ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ളവർ പറയുന്നത്. അപ്പോൾ പലർക്കും പല ആക്സെൻറ്റുകളും പല രീതിക്ക് ഒരേ ലാംഗ്വേജ് തന്നെ സംസാരിക്കുന്നു. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും ഭയങ്കര കട്ടുകട്ടിയായിട്ടുള്ളൊരു സാധനമായിരുന്നു നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനിങ്ങനെ മുമ്പേ ഫ്രണ്ട്സ് നമുക്ക് വാണിംഗ് തന്നായിരുന്നു, ഒന്നുകൂടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തോട്ടോ, നമ്മൾ വിചാരിച്ച രീതിക്കുള്ള ഇംഗ്ലീഷ് അല്ല ഇവിടെ വരുമ്പോൾ കേൾക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ ഓർത്ത് ഇംഗ്ലീഷ് നമുക്കറിയാവുന്ന ലാംഗ്വേജ് ആണല്ലോ, നമ്മൾ എക്സാമൊക്കെ പാസ്സായിട്ടിരിക്കുകയാണ്, നമ്മൾ ഇത്രയും സിനിമകൾ മൂവീസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമുക്ക് മനസ്സിലായിക്കോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവർ പറയുന്ന പല ഡാർക്ക് ഹ്യൂമറുകൾ അല്ലെങ്കിൽ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് പല സിറ്റുവേഷൻസിലും നമുക്ക് അറിയാണ്ട് പോയ അതൊരു വലിയൊരു സ്ട്രഗിളായിരുന്നു നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ തീർച്ചയായിട്ടും കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ലാംഗ്വേജുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമുക്കിവിടെ വന്നപ്പോൾ ഉണ്ടായ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പം നമുക്ക് എന്തൊക്കെ സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ഭയങ്കര എന്താണ് നമുക്ക് ഇവരോട് സംസാരിക്കേണ്ടത്, എന്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഇമോഷൻസൊക്കെ എക്സ്പ്രസ് ചെയ്യും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കയറി കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവർ ചിരിക്കുമ്പോൾ നമ്മൾ ആ കൂടെ ചിരിക്കണം. അങ്ങനെ പല കാര്യങ്ങളും കൾച്ചർ ഷോക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ പല ആളുകളുടെ തമ്മിലുള്ള കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അതത്ര ശരിയായില്ലല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നാറുണ്ട്. നമ്മുടെ ആളുകളാണെന്ന് വിചാരിച്ചപ്പം നാട്ടിൽ നമ്മളങ്ങനെ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് പൊളൈറ്റായിട്ട് വേണം സംസാരിക്കാൻ, എന്നാൽ നമുക്ക് എല്ലായിടത്തും കയറി അഭിപ്രായം പറയാം. അങ്ങനെ ഒരു രീതിയാണ്. ഇപ്പം ഒരാളോട് കം ഹിയർ ആൻഡ് ഡു ദിസ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, അതാണ് നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് എന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരോട് ചോദിക്കുമ്പോൾ ഡു യു മൈൻഡ് ടു കം ഹിയർ ആൻഡ് ഡു ദിസ് ഫോർ മീ പ്ലീസ്, ആ ഒരു പ്ലീസും അല്ലെങ്കിൽ വുഡ് യു പ്ലീസ്, ആ പ്ലീസിനും താങ്ക് യു, പ്ലീസ്, സോറി, ഇങ്ങനെയുള്ള വേർഡുകൾക്ക് ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, ഹോൾ ഡേ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസായിട്ട് വരാനായിട്ട് ഇവരുടെ കൾച്ചറായിട്ട് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്തിട്ട് അവർ ഓരോ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ടൈം എടുത്തായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ ഷോക്കും ലാംഗ്വേജും അതൊരു സൈഡിൽ കൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് അധികം ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ലാണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. 2 വർഷത്തെ
എനിക്കറിയാം ഫ്രഷേഴ്സായിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ 2 വർഷത്തിൽ കുറവുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും വർക്ക് ചെയ്യുന്നവരെ വെച്ച് നോക്കി, ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് എൻ്റെ ചുറ്റും വർക്ക് ചെയ്യുന്നവരെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും എക്സ്പീരിയൻസ് കുറവുള്ളൊരു വ്യക്തി, പുറത്തുനിന്ന് വന്ന ഏറ്റവും എക്സ്പീരിയൻസ് കുറവുള്ളൊരു വ്യക്തി ഞാനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കൂടെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ കൂടെ അവർ ഈ കൾച്ചറിൽ തന്നെ വളർന്നു വന്നവരാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവർക്കറിയാം. ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. കാരണം അവർ പഠിച്ച് വന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതാണല്ലോ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് വരുന്നു, എക്സ്പീരിയൻസ് കുറവ്, നമ്മൾ പഠിച്ചിട്ട് വന്ന പല ക്ലിനിക്കൽ സ്കില്ലുകളും ഇവിടെ ആവശ്യമില്ലെന്നല്ല, ക്ലിനിക്കൽ സ്കില്ലുകൾ ഓഫ് കോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ഇവിടെ ജീവിച്ചു പോകാം. പക്ഷെ ഇവിടെ വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇല്ലാണ്ട് പോയി. അങ്ങനെ കുറേയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ക്ലിനിക്കൽ സ്കില്ലുകളെന്ന് വേണമെന്ന് പറഞ്ഞൊരു നേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേദനിപ്പിക്കാതെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റണം, ക്യാനുല ഇടാൻ പറ്റണം, ബ്ലഡ് എടുക്കാൻ പറ്റണം. അതൊക്കെയായിരുന്നു നമ്മുടെ സ്കില്ലുകൾ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ടെന്നല്ല കേട്ടോ. എന്നാലും അതില്ലെങ്കിലും നമുക്ക് ഇവിടെ ജീവിച്ചു പോകാം. അപ്പം ഇവിടുത്തെ പോളിസീസ് അറിയുക, ഓരോന്നിനോട് നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം നമുക്ക് അറിയുക, സേഫ് ഗാർഡിങ് കാര്യങ്ങൾ അറിയുക, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കില്ലില്ലെങ്കിലും ക്ലിനിക്കൽ വൈസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യാനുല ഇടാൻ അറിയില്ലെന്ന് കരുതി നമ്മുടെ ഇപ്പോൾ ക്യാനുല ഇടേണ്ട ഒരു ആവശ്യം വന്നാൽ ഡോക്ടറെ വിളിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ടിട്ട് പോകുക. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമെന്നല്ല, കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ സ്കില്ലുകൾ ഇവിടെ അത്രയും ആപ്ലിക്കബിൾ അല്ല. എന്നാൽ നമുക്ക് ഇല്ലാത്ത സ്കില്ലുകൾ ഭയങ്കരമായിട്ട് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ മുന്നേ പറഞ്ഞ പോലെ കുറേ ഏറ്റക്കുറച്ചിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് എവിഡൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വന്ന ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ വരുമ്പോൾ കൊടുക്കുന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള ഒരാളല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കുന്ന ഒരാൾ, എന്തോരം ജോലി വേണേലും ചെയ്തോളും, ചത്തെടുത്ത് പണിയെടുക്കുന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതനുസരിച്ച് മുതലെടുക്കാനായിട്ട് ആൾക്കാരുണ്ടാവും എങ്ങനെ പോയാലും. അല്ലെങ്കിൽ ഇപ്പം ഗോസിപ്പ് എവിടെ ചെന്നാലും പൊളിറ്റിക്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഏത് വർക്ക് എൻവയോൺമെൻറ്റിൽ ചെന്നാലും പൊളിറ്റിക്സ് ഉണ്ടാവും. നമുക്ക് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന ബാക്കിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ റേഷ്യസം ഇല്ല എന്ന് പറഞ്ഞാലും കുറേയൊക്കെ ഉണ്ടാവും എങ്ങനെ പോയാലും. അപ്പം നമ്മളിപ്പോൾ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സ്നേഹം ഉണ്ടാവില്ല. ആ സ്നേഹം ഇവരുടെ ആൾക്കാരും തമ്മിലുണ്ടാവില്ല. നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ പുറത്തുനിന്ന് വന്നവരാണ്, നമ്മളിവിടുത്തെ ബംഗാളികളാണ്. അപ്പോൾ ആ ഒരു തിരിച്ചു വ്യത്യാസം എങ്ങനെ പോയാലും നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇവർ കുറേയും കൂടെ ഒക്കെ അഡാപ്റ്റബിൾ ആണ് കേട്ടോ. നമ്മളെ അവർ കുറേ കൺസിഡർ ചെയ്യും. ജോലി സ്ഥലത്തല്ല, പുറത്തുനിന്ന് കാണുന്നവരൊക്കെ. ജോലി സ്ഥലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ്, ചില ആളുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലരത് എവിഡൻ്റ് ആയിട്ട് കാണിക്കും, ചിലർ കാണിക്കില്ല. എന്നാലും അവരുടെ ഇൻസൈഡ് ദർ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, ഇവരുടെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. ആ വന്നൊരു ഫസ്റ്റ് ഇയറിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ മുന്നേ എൻ്റെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഡ്യൂട്ടിക്ക് വന്ന ദിവസം തന്നെ സ്പൂൺ ഇല്ലാണ്ടായിരുന്നു പോയി. നമ്മൾ നാട്ടിൽ ചോറ് പാത്രത്തിൽ ചോറ് കൊണ്ടുവന്ന് കൈ കൊണ്ട് കഴിക്കുന്നത് അതായിരുന്നല്ലോ നമ്മുടെ ശീലം. അപ്പം സ്പൂൺ ഉപയോഗിച്ച് മാത്രമേ, കൈ കൊണ്ട് ഇവർ ഫുഡ് കഴിക്കില്ല എന്നുള്ള കാര്യം അതെനിക്കൊരു കൾച്ചറൽ ഷോക്കായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ സ്പൂണായിട്ട് പോകാൻ തുടങ്ങി. ഫസ്റ്റ് ഡേയിൽ പോയി ഫുഡ് കഴിച്ച കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിപ്പോൾ നാട്ടിൽ വെച്ച് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സ്മെല്ലിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, ലുക്സിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ നന്നായിട്ട് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പ്രസൻറ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടുന്നോ മേക്കപ്പ് ഇടുന്നോ. അപ്പോൾ ഞാനാണെങ്കിലും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇട്ടിരിക്കുന്നത്. പക്ഷേ മേക്കപ്പ് ഇടുന്നോ ലിപ്സ്റ്റിക് ഇടുന്നൊക്കെ ഒരു കുറ്റമായിരുന്നു നാട്ടിൽ. അല്ലെങ്കിൽ നമ്മളൊരു പൊങ്ങച്ചക്കാരി, എന്താ നാട്ടിലത്തെ ആറ്റിറ്റ്യൂഡെന്ന് എനിക്കറിയില്ല. ഒരു വലിമ കാണിക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നാട്ടിൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 90 വയസ്സായിട്ടുള്ളൊരു അമ്മാമ്മ, അവർക്ക് ലേശമെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് അപ്പിയർ ചെയ്തിട്ടേ നടക്കുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, എല്ലാവരും ആണെന്നല്ല, എന്നാലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും
അവർ ലുക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ പ്രസൻറ്റബിൾ ആയിരിക്കണം, നല്ലപോലെ സ്മെല്ലിങ്, നല്ല പെർഫ്യൂം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വന്ന സമയത്ത് അറിയില്ല. പ്രസൻറ്റബിൾ ആയിരിക്കണം എന്നുള്ള കാര്യം അറിയില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അവരങ്ങനെയാണ് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ അവരുടെ ഇടയ്ക്ക് ജീവിക്കുന്നു. അപ്പോൾ അവരെപ്പോലെ തന്നെ അവരെപ്പോലെ ആവില്ല നമ്മൾ, നിറത്തിലും കാര്യങ്ങളിലും എല്ലാത്തിലും നമ്മൾ വ്യത്യാസമുണ്ട്. എന്നാലും അവർ ആ ഒരു പ്രസൻറ്റേഷനിലൊക്കെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലെവലിലേക്ക് വരിക. കാരണം അവരുടെ ആൾക്കാരുടെ ഇടയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അവരുടെ ആൾക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്ന ടൈമിൽ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ബോധേഡ് ആയിരുന്നില്ല. നമ്മൾ വരുന്നു, ജോലിക്ക് പോകുന്നു. പിന്നെ നമ്മൾ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കഴിഞ്ഞ് തിരിച്ചൊന്ന് ഉറങ്ങുന്നു. അപ്പം ജോലി എപ്പോഴും നമുക്ക് ജോലി നമ്മൾ ഏൺ ചെയ്യുന്നു, അങ്ങനെ മാത്രമേ നമുക്ക് അറിയുള്ളായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു സൈഡുണ്ട്, ജോലിയും ഏണിങ്ങും അല്ലാണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു സൈഡും കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെയാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ജോലി ചെയ്യുന്നു, നമ്മൾ ഏൺ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു. അതായിരുന്നു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ ജോലി ചെയ്യുക, ഏൺ ചെയ്യുക എന്ന് മാത്രമല്ല, ആ ഏൺ ചെയ്യുന്ന മണി നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു പാട്ടും കൂടെയാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ തന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ ആരും വരില്ല. ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ, നമ്മുടെ സാഡ്നെസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വേണമെങ്കിൽ, ഇപ്പം നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കണം. അതാണ് ഇപ്പം മെയിനായിട്ടുള്ളൊരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഏൺ ചെയ്യുന്നു, ജോബ് എടുക്കുന്നു, അത് നമ്മളെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ടാണ് മെയിൻ. അത് കഴിഞ്ഞിട്ട് ചുറ്റുമുള്ളവരെയും കൂടെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക. അതാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഇവരെ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ നിൽക്കണം, എന്തൊക്കെയാണ് ഇവരോട് സംസാരിക്കേണ്ടത്, ഇവർ സംസാരിക്കുന്നതിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അങ്ങനെ പല കാര്യങ്ങളുമായിട്ടും ഒന്ന് അഡാപ്റ്റായിട്ട് വരാനായിട്ട് ആ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്ട്രഗിളായിരുന്നു കേട്ടോ. പിന്നെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ പല നാട്ടിൽ നിന്നുള്ളവരും പല ക്യാരക്ടറാണ്. പല നാട്ടുകാരെ വെച്ച് തന്നെ നമുക്ക് ക്യാരക്ടർ അസസ് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യക്തികളുടെയും ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടറാണല്ലോ. അപ്പം നമ്മളെ വന്നപ്പോൾ സ്റ്റാഫുമാർ സപ്പോർട്ട് ചെയ്തവരും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സീനിയോറിറ്റി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ കമ്പനിയായിട്ട് വരും, സീനിയർ ജൂനിയർ, പിന്നെ അടിയൊന്നുമില്ല, പിന്നെ അടുത്ത വന്ന ജൂനിയേഴ്സിനായിരിക്കും നമ്മുടെ ടാർഗറ്റ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ കമ്പനിയായിട്ട് വരും, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ സീനിയർ ജൂനിയർ ബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് വന്നൊരു നഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 60 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണെന്ന് വിചാരിച്ചു. അയാൾക്ക് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപക്ഷെ ഞാൻ ജനിച്ച വർഷത്തിലായിരിക്കും ഒരുപക്ഷെ ഈ വ്യക്തി പാസ് ഔട്ടായത്, നഴ്സിംഗ് പാസ് ഔട്ടായത്, അല്ലെങ്കിൽ ഈ വ്യക്തി ജോലി ചെയ്ത് തുടങ്ങുന്ന ആ വർഷത്തിലായിരിക്കും. അപ്പോൾ അത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ നാട്ടിലത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടൊക്കെ ഇവർ നമ്മളെക്കാൾ ഒരുപാട് പ്രായമുള്ള ചേച്ചി ഇവർ നമുക്ക് പറഞ്ഞു തരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇവർ കരുതുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ 60 വയസ്സുള്ള ഒരു വ്യക്തി, അവർക്ക് ഇത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, അവരൊരു സ്റ്റാഫ് നഴ്സാണ്, ഞാൻ വേറൊരു സ്റ്റാഫ് നഴ്സാണ്. നമ്മൾ രണ്ടുപേരും നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ പേയ്മെൻറ്റ് കിട്ടുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ 2 സ്റ്റാഫായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും ചോദിച്ചു, എനിക്കിത് അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലാണ്ട് ഇപ്പം ഞാനൊരു ചെയ്യുന്നതിലൊരു തെറ്റ് കണ്ടു എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞു തരുമോ, ശകാരിക്കും, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മളെവിടെ അവർ കറക്റ്റ് ചെയ്യുന്നുമില്ല, നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ ഒരു രീതിക്ക്, അയ്യോ ഇത് കുഞ്ഞനീത്തി അവൾക്ക് പുതിയതായിട്ട് പാസ് ഔട്ടായ കൊച്ച, അതിനധികം ഒന്നും അറിയില്ല, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണം, അവളെ അങ്ങോട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണം, അവൾക്ക് അറിയില്ലല്ലോ, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഒരു പരിധി വരെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. കാരണം നമ്മളെല്ലാവരും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ്. ആ വ്യക്തി ഒരു വ്യക്തിയാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആ വ്യക്തിയോട് വേണമെങ്കിൽ സഹായം ചോദിക്കാം. അപ്പോൾ ആ വ്യക്തി ഒരു പക്ഷേ അവർക്ക് സമയമുണ്ടെങ്കിൽ എനിക്ക് വന്ന് സഹായം ചെയ്യും. തിരിച്ചും അങ്ങനെ തന്നെ അവർ നമ്മളോട് അങ്ങനെ അധികം ചോദിക്കാറൊന്നും ഉണ്ടായില്ല വന്ന സമയത്ത്. പക്ഷേങ്കിൽ ഇതൊരു 2 വ്യക്തികൾ, ഒരുപോലെ ഏൺ ചെയ്യുന്ന 2 വ്യക്തികൾ, അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നമുക്കൊരു പ്രത്യേക കെയറിങ്ങോ കൺസിഡറേഷനോ ഒന്നും കിട്ടില്ല.
വേറെ നാട്ടിൽ നിന്ന് വന്ന ആളാണെന്നുള്ളൊരു കൺസിഡറേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്നൊരു നാട്ടിലേക്ക് മാറി വന്നപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റ്, ചില ആളുകളുടെ, എല്ലാവരുടെയും അല്ല, ചില ആളുകളുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ ബിഹേവ് ചെയ്യണം, ഇവിടെ എല്ലാം അറിയാവുന്നത് പോലെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ചിലർക്കൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് പോസിബിൾ അല്ല. നമ്മൾ വേറൊരു നാട്ടിൽ നിന്ന് വന്ന വ്യക്തിയാണ്, നമുക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമുക്കതൊന്ന് മനസ്സിലാക്കി വരാനായിട്ടുള്ള സമയമൊക്കെ വേണം. അങ്ങനെ പല നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാരുടെ കൊളീഗ്സിൻ്റെ ഇടയ്ക്കുള്ള പല കോൺഫ്ലിക്റ്റുകളും തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്സ് എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളയാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ കടന്നു പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ കോമ്പിറ്റൻസീസ് സൈൻ ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു. അതായത് നമുക്ക് നാട്ടിൽ വെച്ച് നമുക്ക് എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും ഒരു IV മെഡിക്കേഷൻ കൊടുക്കണമെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് നമ്മളതിന് സെപ്പറേറ്റ് കോമ്പിറ്റൻസീസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അത് ഓൾറെഡി കോമ്പിറ്റൻസി ഉള്ളവരുടെ നിന്ന് സൈൻ ചെയ്ത് സൈൻ ഔട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവിടെ അത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പുറത്ത് NHSൻ്റെ പുറത്ത് എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടെയും കാര്യമില്ല. ഇവിടെ വന്ന് കോമ്പിറ്റൻസി ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വന്നൊരു ഫസ്റ്റ് ഇയറിലെന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ഓരോന്നിനും വേണ്ടി ക്ലാസ് ബുക്ക് ചെയ്യുക, ക്ലാസ് നമുക്ക് കറക്റ്റ് ടൈമിൽ കിട്ടില്ല. അപ്പോൾ ഈ സ്കില്ലില്ലാത്തതുകൊണ്ട് അത്രയും സമയം നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അതൊരു സ്ട്രഗിളായിരുന്നു. പിന്നെ നമ്മൾ വന്ന സമയത്ത് ഇപ്പോഴത്തെ പോലെയല്ല, ഭയങ്കരമായിട്ട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് അവർ കംപ്ലീറ്റ്ലി നിർത്തി വെച്ചേക്കാണ്. ഒരു സ്റ്റാഫിൻ്റെ ഷോർട്ടേജും ഇല്ല മിക്ക സ്ഥലങ്ങളിൽ. പക്ഷെ നമ്മൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്റ്റാഫ് ഷോർട്ടേജൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മളിവിടെ വന്ന് ചാടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും സിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉള്ള നമ്പറിനേക്കാൾ ഒരുപാട് പേഷ്യൻസിന് നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനത്തെ പല സ്ട്രഗിളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വീഡിയോ ഒരുപാട് ലോങ് ആയി പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.